അപ്പൊ നമ്മൾ ഇന്ന് സാറേ നമുക്കിന്ന് അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ നമ്മളൊരു വിവാഹം കഴിച്ചു കൊടുത്താൽ സ്ത്രീയെയും പുരുഷനെയും ഇണകളാക്കുകയാണ്. ഇണകളാക്കിയാൽ അവർക്ക് മാനസികമായ ഒരു പൊരുത്തത്തോടെ മുന്നോട്ട് പോകണം. അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത്, സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നതും അവരും ആഗ്രഹിക്കുന്നതും എല്ലാം മാനസിക പൊരുത്തത്തോടെ മുന്നോട്ട് പോകാനാണ്. അപ്പൊ അതിന് ഈ പരസ്പരം എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്? അപ്പൊ നമ്മൾ നിക്കാഹ് കഴിയുന്നതോടുകൂടി ഒരു ആണും പെണ്ണും ഒരു വിവാഹ ബന്ധത്തിലേക്ക് വരികയാണ്. പിന്നെ അവർക്കാണ് ആ വിവാഹ ബന്ധം നന്നായി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം. പക്ഷേ ഇവർ വരുന്നത് എങ്ങനെയാണ്? രണ്ട് വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിൽ നിന്നാണ്. വാപ്പയും ഉമ്മയും വ്യത്യസ്തരാണ്, സാമ്പത്തിക നില വ്യത്യസ്തരാണ്, രണ്ട് സാംസ്കാരിക നിലകളാണ്, അല്ലേ? ചിലടത്ത് ഇസ്ലാമികമായ കാര്യങ്ങൾ ഒരുപാട് മുറുകെ പിടിച്ചിട്ടായിരിക്കും, ചിലർ അത്രത്തോളം വരുത്തില്ല. അപ്പോൾ അത് ഇവിടെ എന്താണ്, ഇവർ തമ്മിൽ സ്നേഹത്താൽ ഒന്നാകണം. അവിടെ മറ്റേതെല്ലാം എടുത്ത് ഇതിനകത്ത് പ്രയോഗിച്ചാൽ പാളിപ്പോവും. അതാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ സിനിമ റൊമാൻറ്റിക് സങ്കല്പങ്ങളൊക്കെ വെച്ച് ഇരു പങ്കാളിയോടും ഇടപെട്ടാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ പറ്റിപ്പോവും. അപ്പോൾ എന്ത് വേണം ഇനി നമുക്ക്? യഥാർത്ഥ ജീവിതമായിട്ടൊരു ബന്ധം. അതെ, നമുക്ക് വേണ്ടത് ഉള്ളിലൊരു പ്രണയം ഉണ്ടാണ്. പ്രണയം എന്ന് വെച്ചാൽ ഇനി എനിക്ക് വേറൊരാളില്ല, ഈ ആളിൽ തന്നെ എനിക്ക് സ്നേഹവും സന്തോഷവും എല്ലാം കണ്ടെത്തണം. അപ്പോൾ എന്ന് വെച്ചാൽ ശാരീരികമായും മാനസികമായും വൈകാരികവുമായ ഒരു ഇഴയെടുപ്പ് ഉണ്ടാകണമെന്ന് ഇരുവരും വിചാരിക്കണം. അല്ലാതെ തൻ്റെ കുറ്റവാളി ഇതയാൾ എനിക്ക് പറ്റിയ ആളല്ല എന്ന് ആദ്യമേ കണ്ട അയാളോട് ഇടപെട്ടാൽ എന്ത് പറ്റും? പരാജയം. എനിക്ക് ഈ ആളെ, അയാളിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലും ഈ ആളെ ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. ആ സ്വീകരിച്ചു ഇണയാക്കി തന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്നതിനകത്ത് നമ്മുടെ ഭാഗം കൊണ്ട് ഒരിക്കലും എന്തുണ്ടാകരുത്, ഒരു പാളിച്ച ഉണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഓരോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള ദിനചര്യകളുണ്ടായിരിക്കും. അത് മടുപ്പ് തോന്നാം. നമുക്കൊക്കെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില വീടുകളിൽ തന്നെ നിരന്തരം ഒരിടത്ത് തന്നെ കഴിയുന്ന ഇപ്പം പെൺകുട്ടി തന്നെ, ഒരു ഗൾഫുകാരനാണ് ഭർത്താവ്, ഈ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് നാൾ ഒരേ രീതിയിൽ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ ഒരാത്തിനും അനുവാദം മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവൾക്കൊരു മടുപ്പ് തോന്നാം. അപ്പോൾ ആ മടുപ്പ് ബോറടി ബന്ധങ്ങൾ ശിഥിലമാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള വാക്കുകൾ പറയുക, ഇതിനവസരം ഉണ്ടാകരുത്. അത് ഇരുവരും ആയിരിക്കണം. ഞാൻ ആ പുതിയ മേഖലയുമായിട്ട് ഞാനൊന്ന് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ എൻ്റെ എൻ്റെ പങ്കാളിയായിട്ട് വന്നിരിക്കുന്ന സ്ത്രീ ഒരു പുതിയ ഒരാളാണ്. നമ്മുടെ വീട്ടിലുള്ള വ്യത്യാസങ്ങൾക്കായിട്ട് അവർക്ക് ചേരണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. അതിന് എൻ്റെ ഒരു സപ്പോർട്ട് വേണം എന്ന് അറിയണം. അപ്പം സന്തോഷത്തേക്കാൾ തൻ്റെ സന്തോഷത്തേക്കാൾ പങ്കാളിയുടെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു നീരസം ഉണ്ടായാൽ ആ നീരസം പ്രശ്നമാകാതെ വിട്ടുവീഴ്ചകൾ നൽകി അവരെ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് വേണ്ടിയിരിക്കുന്നത്. വളരെ മൂല്യവത്തായ അറിവുകളാണ് സാർ നൽകിയത്. അൽഹംദുലില്ലാ. കാരണം പരസ്പരം രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഇണകളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നാം ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. അല്ലാഹു തആല എല്ലാവിധമായ ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.